വിനു. നേഹയുടെ നാവിൽ നിന്നും അറിയാതെയെങ്കിലും അവൻ്റെ പേര് പുറത്തേക്ക് വന്നു. അവൻ വിഷമിക്കുന്നത് അവൾക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അത് കേട്ടതും ദേവി അവളെ നോക്കി. ആ നിമിഷം അവളും അവനെ ഒന്ന് നോക്കി. ഞാനാണേ ആ കൊച്ചിനെ അത്രയും ശ്രദ്ധിച്ചതുമില്ല. അറിയില്ലായിരുന്നല്ലോ അത് നമ്മൾ തേടി വന്ന ഇവൻ്റെ അച്ചു ആണെന്ന്. ജോ അവനെ നോക്കി പറഞ്ഞു. അവൻ്റെ നാവിൽ നിന്നും ഇവൻ്റെ അച്ചു എന്ന് കേട്ടതും വിനു ദയനീയമായി ജോയെ ഒന്ന് നോക്കി. അത് കണ്ടതും ജോയ്ക്കും പിന്നെ എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, ദേവി അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ഡെന്നി ഒന്ന് ഫോണിൽ കണക്ട് ചെയ്യുക, ചിലപ്പോൾ അവനിതൊന്നും അറിയില്ലായിരിക്കും. അവൻ ജോയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവനിതൊക്കെ അറിഞ്ഞു കാണും. ഞാൻ ജോണിനോട് കാര്യം പറഞ്ഞിരുന്നു, അവൻ അവിടെ ചെന്ന് പറഞ്ഞു കാണും. സോബി അവരെ നോക്കി പറഞ്ഞു. അല്ല, എന്താ നീ പറയാൻ വന്നത്? ജോ സംശയത്തോടെ ചോദിച്ചു. അത് പറയാം, എന്തായാലും നീ അവനെ ഒന്ന് വിളിക്ക്. ജോ ഡെന്നിയെ വിളിക്കാൻ ഫോൺ എടുത്തതും ഡെന്നി അങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു. എടാ, ഞാൻ ഇപ്പോഴാടാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അത് അച്ചുവായിരുന്നു അല്ലേ? ഷേ, ഡെന്നി അവനോട് പറഞ്ഞു. ഞങ്ങളും ഇപ്പോഴാടാ അറിഞ്ഞത്. നമ്മൾ ഒരു തവണ എന്തോ ഫോട്ടോയിൽ കണ്ടതല്ലേ ആ കുട്ടിയെ. പെട്ടെന്ന് ഇങ്ങനെ കൺമുൻപിൽ വന്ന് നിൽക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ലല്ലോ. ജോ അവനോട് പറഞ്ഞതും ഡെന്നി ഒന്ന് മൂളി. എടാ, ഡേവിക്ക് എന്തോ നിന്നോട് പറയാനുണ്ടെന്ന് ജോ പറഞ്ഞുകൊണ്ട് ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടു. ഡെന്നി, എന്താടാ? എടാ, ആ രുദ്രൻ നമ്മളെ കഴിക്കാൻ വിളിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ നമ്മുടെ വിനു, നമ്മൾ കാര്യങ്ങളൊക്കെ അറിയാതെയല്ലേ അതിന് സമ്മതിച്ചത്. നമുക്ക് അയാൾ വിളിച്ച സ്ഥലത്തേക്ക് പോകണോ? വീണ്ടും വീണ്ടും അച്ചുവിനെ കാണുമ്പോൾ ഇവന് വിഷമമാവില്ലേ? ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത്. നമ്മളിവിടേക്ക് വന്നതും ഇവൻ ആരാണെന്നൊക്കെ അയാളോട് പറയണോ? ദേവി അവൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയം ഡെന്നിയോട് ചോദിച്ചു. ദേവി, നമ്മളിവിടേക്ക് വന്നത് അവളെ കൂട്ടിക്കൊണ്ടു പോകാനല്ലേ? വിനുവിനോട് അവൾ അങ്ങനെ ഒരു മുറച്ചെറുക്കനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ ഒരു നെഗറ്റീവായിട്ടാണ് അവൾ വിനുവിനോട് പറഞ്ഞത്. പക്ഷെ നമ്മൾ കണ്ടതും സംസാരിച്ചതുമായ ആ രുദ്രൻ ഒരു നെഗറ്റീവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മളോട് ഇങ്ങനെയായിരിക്കില്ല പെരുമാറുന്നത്. ഡെന്നി അവൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞു. അത് തന്നെയാണ് ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അയാളൊരു മോശമായിട്ടുള്ള ആളാണെന്ന് ആർക്കും തോന്നില്ല. അത്രയ്ക്ക് നല്ല ബിഹേവിയർ ആയിരുന്നു നമ്മളോട് അയാൾ കാണിച്ചത്. പ്രത്യേകിച്ച് അന്യസ്ഥലത്ത് നിന്ന് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ജോ പറഞ്ഞു. നമ്മളല്ലല്ലോ ഇതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കേണ്ടത്, വിനു അല്ലേ? അവൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്ക്. അവൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം, ഇനി അതെന്താണെങ്കിലും, ഡെന്നി പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും വിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. നമുക്ക് അവരുടെ അടുത്തേക്ക് തന്നെ പോകാം, വിനു അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. എല്ലാം തുറന്നു പറയാനാണോ വിനു നിന്റെ തീരുമാനം? സോബി അവനെ നോക്കി ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അയാൾ വിളിച്ച സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. ബാക്കിയൊക്കെ പിന്നീട് തീരുമാനിക്കാം. അതുവരെ നിങ്ങൾ ആരും എന്നോടൊന്നും ചോദിക്കരുത്, വിനു നിസ്സഹായതയോടെ അവരെ നോക്കി പറഞ്ഞു. അപ്പോഴും ഡെന്നി ഫോണിൽ തന്നെ ഉണ്ടായിരുന്നു. ഡെന്നി ജോണിൻ്റെ മുഖത്തേക്ക് നോക്കി. ആർക്കും അവൻ്റെ തീരുമാനം എന്താണെന്ന് അറിയില്ലായിരുന്നു. അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം, ഡെന്നിയും പറഞ്ഞു. അവസാനം എല്ലാവരുമായിട്ടുള്ള ചർച്ചയ്ക്കൊടുവിൽ രുദ്രൻ്റെയും അച്ചുവിൻ്റെയും അടുത്തേക്ക് തന്നെ പോകാമെന്ന് അവർ തീരുമാനിച്ചു. അവർ രുദ്രൻ പോയ വഴിയെ തന്നെ കാർ എടുത്തു. രുദ്രൻ മുൻപിലിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ മനസ്സ് അവിടെ എങ്ങും അല്ലായിരുന്നു. അവൾ മറ്റെന്തൊക്കെയോ ചിന്തയിലായിരുന്നു. വിനുവിനെ ആദ്യമായി കണ്ട മുഖം, അവൻ്റെ ദയനീയമായ ആ നോട്ടം. വിനുവേട്ടൻ എന്തിനായിരിക്കും ഈ നാട്ടിലേക്ക് വന്നത്? അവർ പറഞ്ഞതുപോലെ ഈ നാട് കാണാനാണോ? ഏയ്, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ തന്നെ തിരിക്കുകയാണെങ്കിലോ? ഭഗവാനെ, വിനുവേട്ടനെ താൻ ചതിച്ചു എന്നായിരിക്കുമോ ഇപ്പോൾ കരുതിയിരിക്കുന്നത്? ആരായാലും അങ്ങനെ തന്നെയേ കരുതുള്ളൂ. പെട്ടെന്നൊരു ദിവസം എല്ലാം വിട്ടെറിഞ്ഞ് അപ്രത്യക്ഷമായ ഒരു പെണ്ണിനെ പറ്റി അതിൽ കൂടുതൽ എന്ത് കരുതാനാണ്? ഇഷ്ടമാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും തനിക്ക് വിനുവേട്ടനെ ഇഷ്ടമാണെന്ന് തങ്ങൾക്ക് രണ്ടു പേർക്കും നല്ലതുപോലെ അറിയാമായിരുന്നു. അവർ തന്നെ തിരക്കിയിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നതെന്ന് രുദ്രേട്ടൻ അറിഞ്ഞ എന്തായിരിക്കും പ്രതികരണം? താനിപ്പോൾ കാണുന്ന രുദ്രേട്ടനെ ആയിരിക്കില്ല പിന്നീട് കാണുന്നത്. ബൈക്ക് മറിഞ്ഞപ്പോൾ താൻ രുദ്രേട്ടനിൽ നിന്നും കണ്ട ഭാവം എന്തായിരുന്നു? വല്ലാത്തൊരു പകപ്പായിരുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള ആവലാതിയായിരുന്നു ആ മുഖത്ത്. അവൾക്ക് എന്താണ് തൻ്റെ മുൻപിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാനേ സാധിക്കുന്നില്ലായിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ രുദ്രൻ തൻ്റെ ബുള്ളറ്റ് സൈഡിലേക്ക് ഒതുക്കി. പെട്ടെന്ന് അവൾ ഓർമ്മയിൽ നിന്നും തിരിച്ചു വന്നു. തന്നോടെന്തെങ്കിലും ചോദിക്കാനാണോ ബൈക്ക് നിർത്തിയത് എന്നവൾ സംശയിച്ചു. അച്ചു, ആ വിളി കേട്ടതും അവൾ ഞെട്ടി. അവൾ സംശയത്തോടെ കണ്ണാടിയിൽ കൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും നിനക്ക് ഒരു ഭാവവും ഇല്ലല്ലോ. ബൈക്ക് മറിഞ്ഞതിൽ ഒരുപാട് ടെൻഷനിലായിപ്പോയല്ലേ? നീ നല്ലതുപോലെ പേടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. സാരമില്ല,
ഒന്നും പറ്റിയില്ലല്ലോ. അല്ലെങ്കിലും ഞാൻ ജീവനോടിരിക്കുമ്പോൾ നിനക്കൊന്നും പറ്റില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ജീവൻ പോയിട്ട് മാത്രമേ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ. അവൻ ചെറുചിരിയോടെ ആ കണ്ണാടിയിൽ കൂടി നോക്കി തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യോ അച്ചു, കരയല്ലേ? എന്തിനാ ഇപ്പം കരയുന്നേ? ദേ, നിന്റെ കണ്ണ് നിറഞ്ഞാൽ എനിക്ക് വിഷമമാകും. കരയാതച്ചു. അവൻ വിഷമത്തോടെ പറയുന്നത് കേട്ടതും അവൾ പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു. നീ കരഞ്ഞാ എനിക്കത് പറ്റില്ല അച്ചു. അപ്പോഴേക്കും എൻ്റെ നെഞ്ചിലൊരു വിങ്ങലാണ്. അത് നിനക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. തുറന്നു കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിനക്കത് കാണിച്ചു തന്നേനെ. അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അച്ചു കണ്ണാടിയിൽ കൂടി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവന് തന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കുകയായിരുന്നു അവൾ ഓരോ നിമിഷവും. അവൻ്റെ വാക്കുകൾ, തന്നോടുള്ള അവൻ്റെ പ്രവൃത്തികൾ, തന്നെ അവൻ പരിഗണിക്കുന്നത്, തൻ്റെ ഭയവും പേടിയും അവൻ മനസ്സിലാക്കുന്നത് ഒക്കെ അവൾ നോക്കുകയായിരുന്നു. ഒരറ്റത്ത് തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യൻ, മറുവശത്ത് തന്നെ ഇത്രയും ദൂരം തേടി വന്ന ഒരു പ്രണയം. അതും ഇതുവരെയും നേരിൽ കാണാതെ, തൻ്റെ ഭംഗിയോ പണവോ വിദ്യാഭ്യാസമോ ഒന്നും നോക്കാതെ താനെന്ന വ്യക്തിയെ മാത്രം സ്നേഹിച്ചൊരു മനുഷ്യൻ. അവളുടെ നെഞ്ചിലൊരു കല്ലെടുത്തു വെച്ച ഭാരമുണ്ടായിരുന്നു. എന്തു ചെയ്യണം, ആരോട് പറയണം എന്നൊക്കെയുള്ള ഒരു ശൂന്യാവസ്ഥ. അതായിരുന്നു ആ നിമിഷം അവൾ അനുഭവിച്ചത്. നമ്മുടെ പുറകെ വന്നവരെ കാണുന്നില്ലല്ലോ, ഇനി നമ്മളോട് പറയാതെ അവർ വേറെ ഹോട്ടലിൽ തേടിപ്പോയി കാണുമോ? അവൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അവർ തങ്ങളോടൊപ്പം വരണമെന്നോ വരരുതെന്നോ ആഗ്രഹിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ലായിരുന്നു. പറഞ്ഞതേ ഉള്ളൂ, ദാ വരുന്നു. അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ ഞെട്ടി ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി. തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആ കാറ് കണ്ടതും അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അവളെ കണ്ട വിനുവും ഒരു നിമിഷം അവളെ നോക്കുകയായിരുന്നു. അവനോട് ബൈക്കിൽ പറ്റിച്ചേർന്നിരിക്കുന്ന തൻ്റെ അച്ചുവിനെ. അവളുടെ ദയനീയമായ തിരിഞ്ഞുനോട്ടം എല്ലാവരിലും ഒരു നോവുണർത്തി. ജോ കാർ അവരുടെ അടുത്തേക്ക് നിർത്തി. ശേഷം ആ ഭാഗത്ത് മിറർ തുറന്നു. ഞാൻ കരുതി നിങ്ങൾക്ക് വഴി തെറ്റിയെന്നോ അല്ലെങ്കിൽ വേറെ ഹോട്ടലിൽ തേടിപ്പോയെന്നോ. ഞാനിപ്പോൾ അത് അച്ചുവിനോട് പറയുമായിരുന്നു. അപ്പോഴാണ് നിങ്ങളെത്തിയത്. അവൻ ചിരിയോടെ പറഞ്ഞതും ജോയൊന്ന് പുഞ്ചിരിച്ചു. കാറിലുണ്ടായിരുന്ന എല്ലാവരും ഒരുപോലെ അച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൾ പെട്ടെന്ന് വല്ലാതെയായി. താൻ തെറ്റ് ചെയ്തത് കൊണ്ടാണോ എല്ലാവരും തന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നുള്ളതായിരുന്നു അവളുടെ സംശയം. രുദ്രൻ ജോയോട് പറഞ്ഞിട്ട് ബൈക്ക് എടുത്തു. അവരുടെ ബുള്ളറ്റിന് പുറകിലായി 2 കാറുകളും വെച്ചുപിടിച്ചു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവരൊരു ഷാപ്പിൻ്റെ മുൻപിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നല്ല ഉഗ്രം പോത്തിറച്ചി കിട്ടുന്ന സ്ഥലമാണ്. നിങ്ങളിവിടേക്കൊന്നും വന്നിട്ടില്ലല്ലോ? രുദ്രൻ അവരെ എല്ലാവരെയും നോക്കി ചിരിയോട് ചോദിച്ചു. ഞാൻ കൂട്ടുകാരുടെ ഒപ്പം വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊരു സ്ഥലം കണ്ടിട്ടില്ല. ജോ അവനെ നോക്കി മറുപടി പറഞ്ഞു. ഇതത്ര ഫേമസ് ആയിട്ടുള്ള ഷാപ്പൊന്നുമല്ല. ഇവിടെ ഉള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ പ്രാധാന്യം അറിയുള്ളൂ. ഇവിടെ സ്പെഷ്യലൊക്കെ കിട്ടും, വാ. അവൻ അവരെ എല്ലാവരെയും നോക്കി ചിരിയോടെ പറഞ്ഞു. ശേഷം അച്ചുവിൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. അവളെയും കൊണ്ട് അവൻ ഷാപ്പിനകത്തേക്ക് കയറി. എല്ലാവരുടെയും കണ്ണുകൾ അവൻ്റെ കയ്യിലായിരുന്നു. അവളെ എത്ര കരുതലോടെയാണ് അവൻ നോക്കുന്നതെന്ന് അവൻ അവളുടെ കൈ പിടിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി. അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമായിരുന്നു അത്. ശേഖരേട്ടാ, ആ ഷാപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയതും അവൻ വിളിച്ചു. അത് കേട്ടതും അകത്തു നിന്നും ഒരു 50 വയസ്സോളം പ്രായം തോന്നിക്കുന്ന മനുഷ്യൻ ഇറങ്ങി വന്നു. ആ, ഇതാര്? കുഞ്ഞോ? കല്യാണം കഴിഞ്ഞ ശേഷം ഈ വഴിയൊന്നും കണ്ടില്ലല്ലോ. ഞാൻ കരുതി ഞങ്ങളെയൊക്കെ മറന്നു കാണുമെന്ന്. അയാൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ മറക്കുവോ ഏട്ടാ? ദേ, ഇന്ന് സ്പെഷ്യൽ കുറേ വേണം കേട്ടോ. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ ദേ, ഇതാണ് എൻ്റെ ഭാര്യ അശ്വതി. അവൻ അവളുടെ തോളിൽ പിടിച്ചിട്ട് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, മോളായിരുന്നോ? വാ, ഇരിക്ക്. എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. മക്കളൊക്കെ ഇരിക്ക്. എല്ലാവർക്കും ഉള്ള സ്ഥലമുണ്ടോയെന്ന് അറിയില്ല. ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കുക കേട്ടോ. കസേരയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് എടുപ്പിക്കാം. അയാൾ സന്തോഷത്തോടെ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞങ്ങൾക്ക് 2 പേർക്കും പിന്നീടായാലും കുഴപ്പമില്ല. ശേഖരേട്ടൻ ദേ ഇവർക്കുള്ള ഫുഡൊക്കെ എടുത്തു കൊടുക്ക്. ഇവരൊരുപാട് ദൂരത്തു നിന്ന് വന്നതാ. രുദ്രൻ ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി പറഞ്ഞു. അയാൾ പിന്നെ ഓരോന്നും അവരോട് ചോദിക്കാൻ തുടങ്ങി. അതിനിടയിൽ അവർക്കുള്ള ഭക്ഷണവും അയാൾ സഹായികളും വിളമ്പി. അപ്പോഴെല്ലാം വിനു അച്ചുവിനെ നോക്കുകയായിരുന്നു. അവളാണെങ്കിൽ പേടിച്ച് വിനുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതേയില്ല. രുദ്രനെ പേടിച്ചിട്ടായിരിക്കും തൻ്റെ മുഖത്തേക്ക് അവൾ നോക്കാത്തതെന്ന് വിനുവിന് തോന്നി. വിനു രുദ്രനെ നോക്കി. അവനിരിക്കുന്നതിൻ്റെ അടുത്തായിട്ടാണ് അച്ചു ഇരിക്കുന്നത്. അവനൊരു കൈ കൊണ്ട് തന്നെ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എല്ലാവരും അവരെ തന്നെ നോക്കുകയായിരുന്നു. രുദ്രൻ എത്രമാത്രമാണ് അവളെ കരുതുന്നതെന്ന് അവർ ഓരോ നിമിഷവും മനസ്സിലാക്കുകയായിരുന്നു. അല്ല, നമ്മുടെ നയൻതാര എവിടെ ശേഖരേട്ടാ? രുദ്രൻ ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി ചോദിച്ചു. അവൾക്കിന്ന് യൂണിവേഴ്സിറ്റി എക്സാം ആണ് മോനെ. എക്സാമിന് കോളേജിൽ പോയേക്കുക. അയാൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. ആരാ ഈ നയൻതാര? സോബി സംശയത്തോട് ചോദിച്ചു. ശേഖരേട്ടൻ്റെ മോളാ. അവളുടെ പേര് നയന എന്നാ.
ഞാൻ വെറുതെ നയൻതാരാന്നൊക്കെ കളിയാക്കി വിളിക്കും. രുദ്രൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി മറുപടി പറഞ്ഞു. അച്ചു അവിടെ ഇരുന്ന് ശ്വാസം മുട്ടുകയാണെന്ന് എല്ലാവർക്കും തോന്നി. അവൾ ആകെ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. തങ്ങൾ വന്ന കാര്യം രുദ്രനോട് പറയുമോ, അവൻ അറിയുമോ എന്നായിരുന്നു അവളുടെ പേടി. നിങ്ങളുടേത് പ്രണയവിവാഹമായിരുന്നോ? കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് അറിയാമെന്ന് കരുതി ജോ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. അങ്ങനെ പ്രണയവിവാഹമൊന്നും പറയാൻ പറ്റില്ല. ഇവളെൻ്റെ മുറപ്പെണ്ണായിരുന്നു. സത്യത്തിൽ ഞങ്ങളുടേതൊരു വൺ സൈഡ് ലവ് സ്റ്റോറിയാണ്. രുദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇവളെ ഞാനാ പ്രണയിച്ച് വിവാഹം കഴിച്ചത്. ഇപ്പോൾ ഇവളെന്നെ പ്രണയിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ കല്യാണം കഴിക്കുമ്പോഴൊന്നും ഇവൾക്ക് എന്നോട് ഒരു തരി പോലും പ്രണയമില്ലായിരുന്നു. എൻ്റെ അമ്മയുടെ ഇഷ്ടപ്രകാരം എൻ്റെ അമ്മയെ എതിർക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇവളും ഞാനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷേ എനിക്കിവളെ ഒരുപാട് ഇഷ്ടമാട്ടോ. ഇപ്പോൾ അതൊന്നും കൂടി. ശരിക്കും പറഞ്ഞാൽ ഇവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. അത്രയ്ക്കും എനിക്ക് ജീവനാണ് ഇവളെ. ജീവവായു എന്നൊക്കെ പറയില്ലേ, അതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെയാ എനിക്കിപ്പോൾ എൻ്റെ അച്ചു. അവൻ ഒന്നുകൂടി അവളെ ചേർത്ത് നിർത്തി എല്ലാവരെയും നോക്കി പറഞ്ഞതും അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വിനു അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. അവളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെയുള്ള നിസ്സഹായതയായിരുന്നുവെങ്കിൽ അവനിൽ പ്രണയമായിരുന്നു. അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള പ്രണയം.